ഹമീദ് ഒരു വലിയ ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അവരുടെ ഭാര്യയുടെ പേര് രസിയ, പിന്നെ അവരുടെ മകൾ ഹീനി ഉണ്ടായിരുന്നു. അച്ഛാ, ഇവിടെ നോക്കൂ. എന്റെ മോളെ, ഇത്ര മനോഹരമായിട്ടുണ്ടല്ലോ ഈ ഡ്രോയിങ്. ഇത് നിങ്ങളാണ്, അത് അമ്മ, പിന്നെ അത് ഞാൻ, പിന്നെ ഇത് നമ്മുടെ വീട്. നമ്മുടെ വീടിന്റെ നിറം വെള്ളയല്ലേ, നീ എന്താ നീല കളറിൽ വരുന്നത്? അത് പിന്നെ അച്ഛാ, എനിക്ക് നീല കളർ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വീട്ടിന് നീല കളർ നൽകിയത്. എന്റെ മകൾക്ക് നീല കളർ ഇഷ്ടമാണെങ്കിൽ നാളെ നമ്മുടെ വീടിന് നീല കളർ അടിക്കാം, ശരിയല്ലേ? നിങ്ങൾ എന്താ ഇത് കുട്ടി പറയുന്നതൊക്കെ അനുസരിക്കുന്നത്? ഇത് നോക്ക് രസിയ, നമ്മുടെ മകൾക്ക് നീല കളർ ഇഷ്ടമാണെങ്കിൽ നാളെ നമ്മുടെ വീടിന് നീല കളർ അടിച്ചേ പറ്റുള്ളൂ. നമുക്ക് ഇന്ന് തന്നെ പെയിന്റ് അടിക്കുന്നവരെ വിളിക്കാം. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് ഒരിക്കലും കേൾക്കില്ല അല്ലേ? ഇതിനു മുകളിൽ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ നീലയോ പച്ചയോ കളർ അടിച്ചോളൂ. രസിയക്ക് ഈ കൊച്ചു വാശി പിടിക്കുന്ന പോലെയാണ് വിചാരിച്ചത്. പക്ഷേ ഹമീദിന് തന്റെ കൊച്ചിന്റെ എല്ലാ ആഗ്രഹം ചെയ്ത് കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. ഹമീദ് വീട് മുഴുവനും നീല കളറിൽ പെയിന്റ് അടിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതെനിക്ക് ഇഷ്ടമുള്ളത് പോലെയുണ്ട് അച്ഛാ. അതിനാണ് ഞാൻ വിചാരിച്ചത്. അച്ഛാ, നമ്മൾ പുറത്തേക്ക് പോയിട്ട് ഒരുപാട് ദിവസമായല്ലോ. എന്റെ എല്ലാ സുഹൃത്തുക്കളും അവരുടെ അച്ഛനും അമ്മയോടൊപ്പം ടൂർ പോകാറുണ്ട്. നിന്റെ ഈ ആഗ്രഹവും ഞാൻ വേഗം തന്നെ ഉണ്ടാക്കി തരാം. നമ്മൾ നാളെ തന്നെ എവിടെയെങ്കിലും പുറത്തേക്ക് പോവാം. അമ്മേ, റെഡി ആയിക്കോളൂ, നാളെ നമ്മൾ ചുറ്റാൻ പോകുന്നു. എവിടെ? പുറത്ത്. റസിയ കൊച്ചു വളരെ ആശപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ പോവാം. ശരി. അടുത്ത ദിവസം ഹമീദ് തന്റെ കുടുംബത്തോടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ ഹീന കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ സന്തോഷത്തോടെ എൻജോയ് ചെയ്യായിരുന്നു. വൈകുന്നേരത്തിന് ശേഷം അവർ കുടുംബത്തോടെ കാറിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി നേരത്തിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ട്രക്ക് വന്നിട്ട് അവർ കാർ കൊണ്ട് ആക്സിഡന്റ് ആയി. ആ ആക്സിഡന്റിൽ തന്നെ ഹമീദിന് അപ്പൊ തന്നെ സ്പോട്ട് ഔട്ട് ആയിരുന്നു. റസിയും ഹീനിക്കും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അടുത്ത രാവിലെ പുലർച്ചയായതിനു ശേഷം അമിത് എവിടെയാണ്? അദ്ദേഹം ഇല്ല. പിന്നെ എന്റെ മോൾ ഹീന? അവർക്കും ചെറുതായിട്ട് പരിക്കേൽപ്പിട്ടുണ്ട്, പുറത്താണ് ഉള്ളത്. നിങ്ങൾ തലയിൽ നല്ലോണം പരിക്കേറ്റിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും റെസ്റ്റ് എടുത്തേ പറ്റൂ. ഇപ്പൊ ഈ ലോകത്ത് രജിയും ഹീനിക്കും വേറെ ആരുമില്ലായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ രസിയും ഹീനിയും വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. അപ്പോഴവിടെ ഒരാൾ വന്ന് തടഞ്ഞു നിന്നു. നിങ്ങൾ ആരാ? ഞങ്ങളുടെ വീട്ടിനകത്തേക്ക് പോകാൻ നിങ്ങൾ എന്തുകൊണ്ടാ സമ്മതിക്കാത്തത്? മാഡം, ഈ പ്രോപ്പർട്ടി ബാങ്ക് ആണ് സീൽ ചെയ്തിരിക്കുന്നത്. അമിത് ഖുറേഷി ഈ വീടിന് വേണ്ടി ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ട്. അത് അടയ്ക്കുന്ന മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചും പോയി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയും പിന്നെ ഈ വീടൊക്കെ ബാങ്കിന്റെ അടുത്ത് പോയി. ഇപ്പോൾ രജിയും ഹീനിക്കും വീട് പോലെ താമസിക്കാൻ ഇല്ലാതെ അവര് അനാഥയായി നിൽക്കുകയായിരുന്നു. റസിയ കരഞ്ഞുകൊണ്ട് തന്നെ റോഡിലേക്ക് നടക്കുകയായിരുന്നു. അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അവരവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ റസിയ പാർക്കിലുള്ള ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. എന്തു പറ്റി അമ്മേ? ഇനി ഒരിക്കലും നമുക്ക് രണ്ടുപേർക്കും ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അമ്മേ. ആ വീട് നമ്മുടെ സ്വന്തമല്ല ഹീന. പക്ഷെ എന്തുകൊണ്ടാ? അതെല്ലാം തന്നെ നിങ്ങളുടെ അച്ഛന് മാത്രമേ അറിയാവൂ. നമ്മൾ ഇപ്പോൾ എവിടെയാ താമസിക്കുക? എനിക്കറിയില്ല. റസിയ കരയാൻ തുടങ്ങിയപ്പോൾ അതിന്റെ അടുത്ത് ഒരു അമ്മ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരായിരുന്നു റുക്സാന. അവർ റസിയയുടെ സുഹൃത്തായിരുന്നു. റുക്സാന റസിയന്റെ അടുത്ത് ചെന്നു. റസിയ, നീ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? റുക്സാന. റസിയ കരഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് നടന്ന എല്ലാ കാര്യങ്ങളും റുക്സാന എടുത്ത് പറഞ്ഞു. എന്റെ ദൈവമേ, ഇത്രയും ദിവസം ആ ദൈവം എന്നെയാണ് കൂടുതൽ കഷ്ടപ്പെടുത്തുന്നെന്ന് കരുതി. പക്ഷെ നീ എന്നെക്കാളും കൂടുതൽ കഷ്ടപ്പെടുന്നുണ്ട്. എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് വേറെ ആരോടൊപ്പം ഓടിപ്പോയിരിക്കുന്നു. പക്ഷെ നിന്നോടൊപ്പം നിന്റെ മകൾ ഹീനയുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഞാൻ എവിടെ താമസിക്കും? റസിയ, നീ എന്റെ വീട്ടിൽ വന്ന് താമസിക്കാം. നന്ദിയുണ്ട്, എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട് റുക്സാന. ഞാൻ നിന്നെ സഹായിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കുടിലാണ് താമസിക്കുന്നത്. ഈ പാർക്കിൽ വന്ന് കബാബ് വിറ്റുകൊണ്ടിരിക്കും. എന്നോടൊപ്പം വരൂ. റുക്സാന റസിയയും ഹീനയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ വീട്ടിൽ ഒരേ ഒരു റൂമേ ഉള്ളൂ. സന്തോഷം.
റുക്സാന അവര് രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അതിനുശേഷം അമ്മയും മോളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവർ അതേ മുറിയിൽ തന്നെ കിടന്നും ഉറങ്ങി. രാവിലെ ആയതിനു ശേഷം റുക്സാന കബാബ് ഉണ്ടാക്കുന്ന പണിയും തുടങ്ങിക്കഴിഞ്ഞു. എന്നെയും എണീപ്പിക്കാമായിരുന്നില്ലേ? നീ നന്നായിട്ട് ഉറങ്ങുകയായിരുന്നു. നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ മനസ്സ് വന്നില്ല എനിക്ക്. നീ എനിക്ക് വേണ്ടി എത്ര വലിയ ഉപകാരമാ ചെയ്തത്. അതിനു പകരം ഞാൻ ഈ ഒരു ചെറിയ ഉപകാരം പോലും തിരിച്ചു ചെയ്യില്ലേ? അതിനുശേഷം റസിയ റുക്സാനയോട് ചേർന്ന് കബാബ് ഉണ്ടാക്കാനും തുടങ്ങി. നീ വളരെ നന്നായിട്ട് കബാബ് ചെയ്യുന്നല്ലോ. ഹീനയുടെ അച്ഛനും ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ ചെയ്യുന്ന കബാബ് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്. റസിയ, നീ വീണ്ടും വീണ്ടും അത് ആലോചിച്ച് വിഷമിക്കേണ്ട. ഹീനയുടെ അച്ഛൻ എപ്പോഴും നിന്നോടൊപ്പം കാണും. കബാബ് തയ്യാറാക്കിയതിനു ശേഷം റുക്സാന അത് വിൽക്കാൻ വേണ്ടി പാർക്കിനടുത്ത് നിൽക്കുകയായിരുന്നു. ആന്റി, ഒരു കബാബ് പാവ് തരൂ. ഇതാ മോനെ, 30 രൂപ. ആ ചെറിയ ചെക്കൻ ആ കബാബ് പെട്ടെന്ന് കഴിച്ചു. ആന്റി, എനിക്ക് ഇന്നൊരു പീസും വേണം. അവൻ വീണ്ടും ഇന്നൊരു പീസും കഴിച്ചു കഴിഞ്ഞു. ഇന്നൊന്നും വേണം. എന്ത് രസം അറിയോ ഈ കബാബ് കഴിക്കാൻ? ഈ ചെക്കൻ പറഞ്ഞതിന് ശേഷം റുക്സാനയും ഒരു കബാബ് കഴിച്ചു നോക്കി. യഥാർത്ഥത്തിൽ റസിയ കബാബ് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റുക്സാന ഉണ്ടാക്കിയിരുന്ന എല്ലാ കബാബും വേഗം വിറ്റ് കഴിഞ്ഞു. അല്ല റസിയ, ഞാൻ കൊണ്ടുപോയി എല്ലാ കബാബും തീർന്നുപോയി. നിന്റെ കയ്യിൽ മാന്ത്രികതയുണ്ട്. കഴിച്ചവരൊക്കെ ഇനിയൊന്ന് വേണം ഇനിയൊന്ന് വേണമെന്ന് ചോദിച്ചു. ആദ്യമായിട്ട് ഞാൻ ചെയ്ത എല്ലാ കബാബും വിറ്റുപോയി. വളരെ നല്ലത്. നാളെ മുതൽ നമുക്ക് കുറച്ച് കൂടുതൽ ചെയ്യാം. അതെ, തീർച്ചയായും. അടുത്ത ദിവസം റസിയ ഇന്നും കുറെ കബാബ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്നും അതുപോലെ തന്നെ എല്ലാ കബാബും വേഗം വിറ്റ് തീർത്തു കഴിഞ്ഞു. ആരൊക്കെ കബാബ് കഴിക്കാൻ വന്നതോ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം റുക്സാനയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അവർക്ക് വല്ലാതെ തന്നെ ഒരു പനിയും ഉണ്ടായിരുന്നു. റുക്സാന, ഇന്ന് നീ റെസ്റ്റ് എടുത്തോളൂ. പക്ഷെ ഇന്ന് കബാബൊക്കെ ആര് വിൽക്കും? ഞാൻ. ഹീന, നീ ആന്റിയെ നന്നായിട്ട് നോക്കിക്കോ. ശരി അമ്മേ. പക്ഷെ നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ? നീ വിൽക്കുന്നത് പോലെ ഞാനും വിൽക്കാം. നീ വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. റസിയും പാർക്കിന്റെ പുറത്ത് നിന്നിട്ട് കബാബ് വിൽക്കാൻ തുടങ്ങി. വന്ന എല്ലാ കസ്റ്റമേഴ്സും 1-2 കബാബാണ് വാങ്ങി കഴിച്ചത്. പിന്നെ ഒരു വ്യക്തി റസിയന്റെ അടുത്ത് വന്ന് നിന്നു. ചേച്ചി, ഈ കബാബിന്റെ മാവ് നിങ്ങൾ എവിടുന്നാ വാങ്ങിച്ചത്? ഇത് ഞങ്ങൾ എവിടെന്ന് വാങ്ങിയതല്ല, ഞങ്ങൾ തന്നെ ഇത് ചെയ്തതാണ്. ഇത്രയും രുചിയുള്ള കബാബ് എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ട് പോലുമില്ല. എന്റെ പേര് സുശാന്താണ്. ഞാൻ ഒരു ഈവന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. നിങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഈവന്റ്സ് ഒക്കെ ഇതുപോലെ കബാബ് ഉണ്ടാക്കാൻ പറ്റുമോ? അതെ, തീർച്ചയായും. സുശാന്ത് റസിയയ്ക്ക് ഒരു കാർഡ് നൽകി. എനിക്ക് നിങ്ങൾ നാളെ രാവിലെ ഫോൺ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ദിവസവും ഓർഡർ തരും. പിന്നെ ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങളുടെ വീട്ടിൽ തന്നെ വന്നിട്ട് കബാബ് വാങ്ങിയിട്ട് കാശും തരും. ശരി. ഇത് കേട്ട ഉടനെ റസിയ വല്ലാതെ സന്തോഷത്തിലായിരുന്നു. രാത്രി അവൾ വീട്ടിൽ പോയതിനു ശേഷം റുക്സാനയും ഹീനടുത്ത് ഈ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നീ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ് റസിയ. അടുത്ത ദിവസം റസിയ സുശാന്തിനെ വിളിച്ചപ്പോൾ തന്നെ സുശാന്ത് 1000 കബാബ് ഉണ്ടാക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. റസിയ, റുക്സാന, ഹീന എല്ലാവരും ചേർന്ന് കബാബ് ഉണ്ടാക്കിയതിനു ശേഷം അവർ കബാബ് വാങ്ങിയിട്ട് അവർക്ക് കാശും നൽകി. ഈ കച്ചവടം അവർക്ക് നന്നായിട്ട് പോയി. സുശാന്ത് ദിവസവും റസിയയ്ക്ക് ഓർഡർ കൊടുക്കുകയായിരുന്നു. റസിയും റുക്സാനയ്ക്ക് വരുമാനം അധികമായി തുടങ്ങി. അവർ ചേർന്നിട്ട് ഒരു നല്ലൊരു വീടും കെട്ടിക്കഴിഞ്ഞു. ഹീന സ്കൂളിലേക്കും പോവാൻ തുടങ്ങി. റസിയയും റുക്സാനിയും ഇതുപോലെ കുറെ പെണ്ണുങ്ങളെ വെച്ചിട്ട് അവർ ജോലി ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഇവരുടെ ഈ കബാബ് പാവ് ഇവരുടെ 3 പേരുടെ ജീവിതവും മാറ്റിക്കഴിഞ്ഞു. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേ ഇല്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. ആ എനിക്കറിയാം. പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക്
നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടക്കും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണം ഉണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാവും നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനല്ല ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡി ആയിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണം എന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ
ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേയില്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. ആ എനിക്കറിയാം. പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടക്കും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണം ഉണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാവും നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു.
എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനെല്ലാം ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡി ആയിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണം എന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇർഫാനും മക്ബൂലും കൂട്ടുകാരാണ്. മക്ബൂലിന് ഒരു ചിക്കൻ കടയുണ്ട്. പക്ഷേ ഇർഫാന് ജോലിയൊന്നും തന്നെ ഇല്ല. എന്താ സുഹൃത്തെ, ഇന്ന് നിനക്ക് ജോലി കിട്ടിയില്ലേ? ഞാൻ എന്ത് പറയാനാ? എനിക്ക് ഇന്നും ജോലി കിട്ടിയില്ല. ഇത്രയും പഠിച്ചിട്ട് എന്ത് പ്രയോജന? ഒരു ജോലി പോലും എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കെന്നെ അറിയുന്നില്ല. ഇപ്പോ റുക്സേനെ നോക്കുന്ന ജോലിയും എന്റെ തലയിൽ വന്നു. സുഹൃത്തെ, നീ ഇത്രയും പെട്ടെന്ന് കല്യാണം ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നിനക്ക് പറ്റിപ്പോയി. ജോലി ചെയ്തേ പറ്റൂ, ജോലി കണ്ടേ പറ്റൂ. നിനക്ക് നന്നായിട്ട് അറിയാലോ ഞാൻ ഏതുപോലെ ചുറ്റുവട്ടാരത്തിലെ കല്യാണം ചെയ്തതെന്ന്. ഞാനങ്ങ് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ റുക്സേന അവളുടെ അച്ഛൻ വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുത്തേനെ. പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഇത്രയും ഭാരമായത്. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? എടാ ഇർഫാൻ, നിനക്ക് ഷവർമ ചെയ്യാൻ നന്നായിട്ട് അറിയാലോ. അതെ, നിനക്കൊരു ഷവർമ കട വെച്ചൂടെ? എടാ, കട വെക്കണമെങ്കിൽ കുറച്ച് പൈസ ആവശ്യമില്ലേ? അതിന് ഞാൻ എവിടെ പോവും? അതിന് ഞാനുണ്ടല്ലോ. ഞാൻ നിനക്ക് കടം തരാം. നിന്റെ ബിസിനസ് കുറച്ച് വളരട്ടെ, എന്നിട്ട് നീ നിന്റെ കടം താ. ആ, അതും ശരിയാണ്. ഇർഫാൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് റുക്സാനയോട് നടന്നതൊക്കെ പറഞ്ഞു. ദൈവത്തിന് നന്ദി, നിങ്ങൾക്ക് എങ്ങനെങ്കിലും ഒരു വഴി കിട്ടിയല്ലോ. ഞാൻ വേഗം തന്നെ ഒരു ഷവർമ കട തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് നല്ല വരുമാനം വരുന്ന എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയാവും. തീർച്ചയായും. ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. മക്ബൂലിനോട് കാശ് കടം വാങ്ങി ഇർഫാൻ ഷവർമ ചെയ്യാനുള്ള മെഷീൻ വാങ്ങി. അവൻ മക്ബൂലിന്റെ കടയിൽ നിന്ന് തന്നെ ചിക്കൻ വാങ്ങിക്കാനായി ചെന്നു. അങ്ങനെ പതുക്കെ അവന്റെ ഷവർമ കടയും തുടങ്ങി. ആ ചേട്ടാ, ഒരു ഷവർമ തരൂ. ധാരാളം വാങ്ങിച്ചോളൂ. പതുക്കെ പതുക്കെ ഇർഫാന്റെ ഷവർമ കടയിൽ കസ്റ്റമേഴ്സിന്റെ തിരക്ക് അധികരിക്കാൻ തുടങ്ങി. ഇതിന്റെ രുചി വളരെ നന്നായിട്ടുണ്ട് ചേട്ടാ. പിന്നെ ഉണ്ടാവില്ലേ, ഒക്കെ മസാല വീട്ടിൽ നിന്നുണ്ടാക്കിയതാണ്. വാവ്, അത്ഭുതം തന്നെ. കഴിക്കാൻ തന്നെ നല്ല രുചിയുണ്ട്. ഇർഫാനും ഒരുപാട് സന്തോഷമായി. അതായത് അവന്റെ ഷവർമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്. അവന്റെ കസ്റ്റമേഴ്സ് ഒരുപാട് ആകാംക്ഷയോടെ അവിടേക്ക് ഷവർമ കഴിക്കാനായി എത്തും. ഒരാഴ്ചയായപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് കിട്ടിയ കാശ് അവൻ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. 4000 റുപ്യ ലാഭം കിട്ടിയിട്ടുണ്ട്. ഇതിലുള്ള 2000 റുപ്യ നമ്മുടെ വീട്ടു ചെലവിനും ബാക്കിയുള്ളത് ചെലവിന് വെച്ചോളാം. പിന്നെ ബാക്കിയുള്ള 2000 റുപ്യ മക്ബൂൽ ചേട്ടന് തിരിച്ചു കൊടുക്കണം. അതെ അതെ, അതാണ് ശരി. ഇതേപോലെ തന്നെ നടന്നാൽ മക്ബൂൽ ചേട്ടനടുത്ത് വാങ്ങിയ കടൻ വേഗം തന്നെ കെട്ടാൻ പറ്റും. എന്താ, ശരിയല്ലേ? തീർച്ചയായും. അന്ന് ഇർഫാൻ മക്ബൂലിനോട് ആദ്യത്തെ പലിശ നൽകാനായി ചെന്നു. ഞാൻ വിചാരിക്കുന്നു നിന്റെ കട നന്നായിട്ട് പോകുന്നുണ്ടല്ലേ ഇർഫാൻ? അതെ ചേട്ടാ, ഇതേപോലെ നന്നായിട്ട് പോകുമെന്ന് തോന്നുന്നു. അതെ അതെ, തീർച്ചയായിട്ടും നടക്കും. നീ ഇതേപോലെ തന്നെ നന്നായിട്ട് ചെയ്യൂ. ആ, തീർച്ചയായിട്ടും ചേട്ടാ. ഇർഫാൻ ദിവസവും വൈകുന്നേരം തന്റെ ഷവർമ കട തുടങ്ങും. പിന്നീട് അവൻ തന്റെ കട തുറന്നതും തന്നെ അവിടേക്ക് കസ്റ്റമേഴ്സിന്റെ കൂട്ടം എത്താൻ തുടങ്ങും.
എനിക്കൊരു ഷവർമ തരൂ. എനിക്കും 2 ഗാർലിക് ഷവർമ പാർസൽ. എനിക്കും ഒരു ഷവർമ. ഇരിക്കൂ, ഇപ്പൊ കൊണ്ടുവരാം. കട ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് വരെ ഇർഫാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. കസ്റ്റമേഴ്സിന്റെ തിരക്ക് ഒരിക്കലും കുറയില്ലായിരുന്നു. ഓരോ ദിവസവും രാത്രി 10 മണി ആയതും തന്നെ കട ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് ചെന്ന് തനിക്ക് കിട്ടിയ വരുമാനം എണ്ണി നോക്കി ഇർഫാൻ ഒരുപാട് സന്തോഷിച്ചു. സുബൈർ ദിവസവും ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ഷവർമ ബിസിനസ്സിൽ നല്ല ലാഭമുണ്ടല്ലോ. ഞാനൊരു ഷവർമ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. ഇർഫാൻ ഷവർമ 80 ഉറുപ്പിക്കാണ് വിൽക്കുന്നത്. ഞാൻ അതിനെക്കാട്ടും കുറഞ്ഞ വിലയിലാണ് വിൽക്കാൻ പോകുന്നത്. എന്നാലേ ജനങ്ങളൊക്കെ എന്റെ അടുത്ത് വന്ന് വാങ്ങിക്കും. സുബൈർ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെ ഷവർമയുടെ വില കുറയ്ക്കാമെന്ന് ഗൂഢാലോചന ചെയ്തു. ഞാൻ വില കുറഞ്ഞ ചിക്കനാണ് വാങ്ങേണ്ടത്. പിന്നെ വില കുറഞ്ഞ ചിക്കൻ വാങ്ങിക്കാനായി സുബൈർ ഒരുപാട് കടകളിലേക്ക് ചെന്നു. എല്ലാ കടകളിലും അവന് ഒരേ വിലയിലാണ് കിട്ടിയത്. അവസാനം അവൻ അക്രമിന്റെ ഷോപ്പിലേക്ക് ചെന്നു. അക്രം ഒരു 1-ാം നമ്പർ കള്ളനാണ്. ഇതാ നോക്കുമോനെ, എനിക്ക് ദിവസവും 10 കിലോ ചിക്കൻ ആവശ്യമാണ്. പക്ഷെ വില കുറച്ചായിട്ടാ ഇടേണ്ടത്. എന്നാ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതെന്താണ്? നീ ചത്തുപോയ കോഴിയെ വാങ്ങിച്ചോ. ചത്തുപോയ കോഴീനെ കിലോന് ഞാൻ 50 ഉറുപ്പിയെ വാങ്ങിക്കുന്നുള്ളൂ. ചത്തുപോയ കോഴി കൊണ്ട് വേറെ പ്രശ്നമൊന്നും വരില്ലല്ലോ. അങ്ങനൊന്നുമില്ല. ചത്തുപോയ കോഴിയാണ് നല്ല വ്യാപാരം ഉണ്ടാവുന്നത്. ഇതിനെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ലട്ടോ. ഏത് കോഴിയും കഴിക്കുന്നവന് ചത്ത കോഴിയാണോ ഇല്ല വെട്ടിയ കോഴിയാണെന്ന് ആർക്കും അറിയാം. പക്ഷെ ഇതുകൊണ്ട് ആർക്കും ഒരു സൂക്കേടൊന്നും വരില്ലല്ലോ. നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഒന്നും വരില്ലേ? അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പോകുന്ന വഴിയിൽ അത് കാറ്റിൽ കിട്ടാതെ മരിച്ചു പോകുന്നു. ഇത് കഴിക്കുന്നോണ്ട് വേറെ ഒരു പ്രശ്നം വരില്ല. എന്നാ ശരി, ഈ കച്ചവടത്തിൽ ഞാനുണ്ട്. നീ ദിവസവും 50 ഉറുപ്പിക്ക് 10 കിലോ ചിക്കൻ അങ്ങോ തന്നേക്ക്. പക്കാ. സുബൈർ ഷവർമ ചെയ്യാനുള്ള മെഷീൻ വാങ്ങി. പിന്നീട് അവൻ ഇർഫാന്റെ ഷവർമ കടയുടെ തൊട്ടടുത്ത് തന്നെ തന്റെ ഷവർമ കട ഓപ്പൺ ചെയ്തു. സുബൈർ ഒരു വലിയ പലകയിൽ വില എഴുതി വെച്ചു. സുബൈർ വെറും 50 രൂപയ്ക്ക് ഷവർമ വിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇർഫാന്റെ കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് കുറച്ചുപേർ അവിടെ വില കുറവായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കടയിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഇർഫാന്റെ കടയിൽ മാത്രമേ ഷവർമ കഴിക്കാറുള്ളൂ. ചേട്ടാ, നിങ്ങളോടുള്ള ഷവർമ ടേസ്റ്റ് അവിടെ കിട്ടുന്നില്ലട്ടോ. എന്തോ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് ഒരു ഷവർമ 50 ഉറുപ്പിന്റെ ഉള്ളിൽ അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിൽക്കുന്നു. അതും ശരിയാണ്. പക്ഷേ ആരാണ് ദിവസം അത് കഴിക്കുന്നോ അവര് നിന്റെ അടുത്ത് വന്നേ കഴിക്കുള്ളൂ. നീ വിഷമിക്കണ്ട. അതെ, എനിക്ക് അള്ളാന്റെ മേലെ വിശ്വാസമുണ്ട്. അന്ന് ഇർഫാൻ മക്ബൂൽ ബായെ കണ്ടു. എന്തു പറ്റി ഇർഫാൻ? ഇന്ന് നിന്റെ മുഖം വല്ലാതെ മാറ്റമുണ്ടല്ലോ. എന്തു പറ്റി? എന്ത് പറയാനാ ചേട്ടാ, സുബൈർ വന്നിട്ട് ഒരു ഷവർമ കടയും തുടങ്ങി. പിന്നെ ഷവർമയ്ക്കാണെങ്കിൽ 50 ഉറുപ്പിക്കാണ് വിൽക്കുന്നത്. ഇത്രയും കുറഞ്ഞ വിലയിൽ എങ്ങനെ? അത് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ചേട്ടാ. അവൻ എന്തോ ഒരു കള്ളക്കളി ചെയ്യുന്നു തോന്നുന്നു. അതെന്താന്ന് കണ്ടുപിടിക്കണം. പക്ഷേ എങ്ങനെ? നീ എന്റെ കൂടെ വാ. അന്ന് ഇർഫാനും മക്ബൂലും സുബൈറിനെ ഫോളോ ചെയ്തു പോയി. അപ്പോഴാണ് സുബൈർ അക്രമിന്റെ ചിക്കൻ കടയിലേക്ക് പോയത് അവർ ശ്രദ്ധിച്ചത്. ഇപ്പൊ മനസ്സിലായി. എന്ത്? അക്രം ഒരു വല്ലാതെ മോശക്കാരനാണ്. ഇവൻ സുബൈറിന് വില കുറഞ്ഞ കോഴീനാണ് കൊടുക്കുന്നത്. എല്ലാം ഒരു ചത്ത കോഴിയായിരിക്കും. പക്ഷേ ഇത് നല്ലതല്ലല്ലോ. ജനങ്ങൾ ഇതൊക്കെ കഴിച്ചാൽ എന്തായാലും സൂക്കേടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടുപേരും ആലോചിക്കാൻ തുടങ്ങി എങ്ങനെ സുബൈറെയും അക്രമിനെയും തടുത്തു നിർത്താമെന്ന്. അപ്പോഴാണ് മക്ബൂലിന് ഓർമ്മ വന്നത്. അതായത് അവരുടെ ഇലാക്കയിൽ ഒരു ഫുഡ് ഇൻസ്പെക്ഷൻ ഓഫീസ് ഉണ്ട്. അവിടെ ഫുഡിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് നമുക്ക് നൽകാം. നമ്മൾ ഫുഡ് ഇൻസ്പെക്ടറിന് പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാം. ശരി. ഇർഫാനും മക്ബൂലും ഫുഡ് ഓഫീസിലേക്ക് ചെന്നു. പിന്നീട് അവർ അവിടെ ഉണ്ടായിരുന്ന വലിയ ഓഫീസറിനോട് സുബൈറിന്റെ കള്ളത്തരത്തെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തു. നമുക്ക് ആ ഷവർമയെ ചെക്ക് ചെയ്യണം. സുബൈറിന്റെ ഷവർമ കടയിലേക്ക് ഫുഡ് ഓഫീസർ വന്നു. എന്നിട്ട് ആ കടയിലുണ്ടായിരുന്ന ചിക്കനും റൊട്ടിയും അവർ ടെസ്റ്റ് ചെയ്തു നോക്കി. സാർ, എന്തെങ്കിലും നമുക്കൊരു സെറ്റിൽമെന്റ് ചെയ്യാം. നീ ജനങ്ങളുടെ ജീവിതത്തിലാണ് കളിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് നീ കൈക്കൂലി തരാൻ നോക്കുന്നോ? ഓഫീസർ സാമ്പിൾ എടുത്തു. എന്നിട്ട് ടെസ്റ്റ് ചെയ്തു. സാർ, ഈ ചിക്കൻ ഒന്നും കഴിക്കാനേ പറ്റില്ല. ഇത് കഴിക്കുന്നോണ്ട് ജീവൻ തന്നെ പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇവനെ പോലീസിലേക്ക് അറസ്റ്റ് ചെയ്തേക്ക്. പോലീസ് സുബൈറിനെ അറസ്റ്റ് ചെയ്തു.
പിന്നീട് അവർ അക്രമിനെയും അറസ്റ്റ് ചെയ്തു. എല്ലാവർക്കും സുബൈറിന്റെ കള്ളത്തരം മനസ്സിലായി. പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം നല്ലവനായ ഇർഫാന്റെ കടയിലേക്ക് ആളുകൾ തിരിച്ചെത്തി. ഇർഫാന്റെ കഷ്ടവും കുറയാൻ തുടങ്ങി. പിന്നെ അത്യാഗ്രഹിയായ സുബൈറിന് അവൻ ചെയ്തതിന്റെ ശിക്ഷയും ലഭിച്ചു. എപ്പോഴും ഓർമ്മ വെച്ചോളൂ, ഏതൊരു വസ്തുവും വില ഒരുപാട് കുറവായിരുന്നാൽ അതിന്റെ തരത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകും.